പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം പോലെ. കലാകാരന്മാർ പൊതുവെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒന്നും ജനങ്ങളെ അറിയിക്കാറില്ല. പലപ്പോഴും അവരെപ്പോൾ നോക്കിയാലും ശരി വളരെ സിമ്പിളന്മാരായിട്ട് ഏറ്റവും നല്ല ഡ്രസ്സും ധരിച്ച് പക്ഷേ വീട്ടിൽ ഭയങ്കരമായ ബുദ്ധിമുട്ട്. കാരണം ഇത് കേരളത്തിൽ നടന്നിട്ടുള്ള ഇപ്പോഴും നടക്കുന്ന ഒരു വലിയ വാസ്തവമാണ്. ഇവരൊന്നുകിൽ ഹരിഹരനെ കൊണ്ട് പാടിക്കും, ശങ്കർ മഹാദേവനെ കൊണ്ട് പാടിക്കും, യേശുദാസിനെ കൊണ്ട് പാടിക്കും, ചിത്രയെ കൊണ്ട് പാടിക്കും, ഏറ്റവും ഫേമസ് ആയവരെ കൊണ്ട് പാടിക്കും. നീ ഒരു പുതിയ ആളെ കൊണ്ടുപോവാ, അതല്ലേ നന്മ. അതാണ് കറക്റ്റ്. എൻ്റെ ഒരു പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട് അതാണ്. തന്നല്ല, ജീവിതത്തിൽ നമ്മൾ നന്മകൾ ചെയ്തു പോകണം. എനിക്ക് മാത്രമേ പാടാവൂ എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. അത് ഒരിക്കലും നിങ്ങൾ ചെയ്തില്ല. ഞാൻ ഒരുപാട് കലാകാരന്മാരെ മലയാളക്കരയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, മിമിക്രിക്കാരായിക്കോട്ടെ, പിന്നെ പാട്ടുകാരായിക്കോട്ടെ, ക്യാമറാമാരായിട്ട് എല്ലാ മേഖലയിലുള്ള ആൾക്കാരെയും എനിക്ക് ഈ സമൂഹത്തിലേക്ക് പിന്നെ പരിചയപ്പെടുത്താൻ സാധിച്ചു. അത് മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ. നമസ്കാരം. വലിയൊരു മുഖവുര വേണ്ട, നമ്മളെപ്പോഴും ഒന്ന് കാണാൻ കൊതിക്കുന്ന, ഒരു ശബ്ദം കേൾക്കാൻ കൊതിക്കുന്ന, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ അടുത്താണ് ഞാൻ. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ട. ശ്രീ പന്തളം ബാലൻ അദ്ദേഹം നമ്മുടെ അടുത്തുണ്ട്. അദ്ദേഹത്തിന് നമ്മളൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ഈ ഓണസമയത്ത് അദ്ദേഹത്തിൻ്റെ 2 വാക്കുകൾ കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സാർ നമസ്കാരം. നമസ്കാരം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒന്നാമത് വയനാട് പ്രശ്നങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, നമ്മളെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഇച്ചിരി പ്രശ്നമുണ്ട്. അതെ അതെ. എങ്കിലും എങ്ങനെയുണ്ട് നമ്മുടെ? വളരെ നല്ലതാണ്. കാരണം കലാകാരന്മാർക്ക് എപ്പോഴും സന്തോഷമാണല്ലോ. അതെ. ദുഃഖമുണ്ടെങ്കിൽ പോലും പ്രകടിപ്പിക്കാൻ പറ്റില്ല. കാരണം മലയാളികളുടെ പൊതു വികാരമാണ് ഓണം എന്ന് പറയുന്നത്. അത് ലോകമെമ്പാടും എവിടെയുള്ള മലയാളികൾക്ക്. കാരണം ഞാൻ കുറേ കാലം പ്രവാസിയായിരുന്നല്ലോ, അപ്പോൾ അവിടെ ആയാലും എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാൾ കൂടുതൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് പ്രവാസ ലോകത്താണ്. അപ്പം കാണാൻ വിറ്റ് ഓണം ഉണ്ണണമെന്നാണ്. അപ്പം ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സാഹചര്യം വയനാട് പ്രശ്നമൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ആ വയനാട് പ്രശ്നം കാരണമാണ് ഓണത്തിന് ഒരുപാട് പ്രോഗ്രാമും. ഏകദേശം മാഷ് ഒരു 10 വർഷം കൊണ്ട് അമേരിക്കയിലല്ലേ? 10 വർഷമായിരുന്നു. 10 വർഷമാണ്. അപ്പം ആ ഈ മലയാളികൾ ഉള്ളിടത്തൊക്കെ കാരണം വെച്ച് കഴിഞ്ഞാൽ മുക്കിന് പള്ളികളും മുക്കിന് അമ്പലങ്ങളും എന്ന് പറഞ്ഞാൽ മലയാളി എവിടെ ചെല്ലുന്നതോറും അവർ വളരെ ദൂരം പിളരുമെന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് അമ്പലങ്ങൾ കൂടും, പള്ളികൾ കൂടും. ഞാൻ കാര്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ എല്ലാ അസോസിയേഷനുകളിലും ഈ ഓണം വരും. അപ്പോൾ എല്ലായിടത്തും പിന്നെ എന്താ പറയുക, പല പിന്നെ ഓണം തുടങ്ങി ക്രിസ്മസ് വരെ ഓണമാണ്. പിന്നെ ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞ് അതുവരെ വിഷുവാണ്. ഇങ്ങനെ പോകും അടുത്ത റൗണ്ടാണ്. അപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ ധാരാളം ഉണ്ടാകാറുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വയനാടിൻ്റെ ഈ ദുരവസ്ഥ അതിന് ആ സമയത്ത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ പിന്നെ ഓണം ഒരു ഫെസ്റ്റിവൽ ടൈമാണല്ലോ. അപ്പോൾ അവിടെ ധാരാളം പ്രോഗ്രാംസൊക്കെ പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ. പക്ഷേ സർക്കാരിൻ്റെ അപ്രതീക്ഷിതമായ ഒരു തീരുമാനം വന്നിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓണാഘോഷം വേണ്ട, ആഘോഷങ്ങൾ ഒഴിവാക്കി പിന്നെ എന്താ പറഞ്ഞാൽ ആ ഫണ്ട് കൂടെ വയനാടിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പം നല്ല കാര്യം തന്നെ. അല്ല, അതിനകത്ത് എനിക്കൊരു ചെറിയ വിജയിപ്പുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ ഓണാഘോഷം നടത്തിയിരുന്നെങ്കിൽ എല്ലാവരും ഇതിനു വേണ്ടി സാധാരണ നമ്മൾ 100 രൂപയാണ് മുടക്കുന്നെങ്കിൽ ഒരു 500 രൂപയെങ്കിലും മുടക്കിയിട്ട് ആ ഫണ്ട് അവിടെ പോയേനെ. എൻ്റെ ഒരു സങ്കല്പമാണ്. കൃത്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ കലാകാരന്മാർ നമ്മളെ പോലുള്ള പോലെന്നല്ല, നമ്മളെക്കാൾ ഈ പാവപ്പെട്ട ചെറിയ മിമിക്രി ആർട്ടിസ്റ്റുകൾ, നമ്മൾ മിമിക്രി എന്നാണല്ലോ വരുന്നത്. അതെ അതെ. നമ്മൾ വന്ന വഴികളൊന്നും മറന്നിട്ടില്ല, ഒരിക്കലും ഇല്ല. കാരണം ഞാൻ അതിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ താഴെ തട്ടിലുള്ള ആൾക്കാരെ കൂടെ നോക്കിയല്ലേ ഇങ്ങനെ ഒരു തീരുമാനം, ഒറ്റയടിക്ക് ഒരു തീരുമാനം എടുക്കുകയാണ് ഓണാഘോഷം വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ NGO യൂണിയനോ അല്ലെങ്കിൽ KSKTO കർഷക തൊഴിലാളി യൂണിയനോ ഏതെങ്കിലും അങ്ങനെ ഒരു സമരം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒറ്റ ഏകപക്ഷീയമായ ഒരു തീരുമാനം ആർക്കും എടുക്കാൻ പറ്റില്ല. കലാകാരന്മാർക്ക് സമൂഹത്തിൽ വിലയില്ല എന്നുള്ളതാണ് ഇവിടെ. അവിടെ പിന്നെ മാറി വരുന്ന ഗവൺമെൻറ്റുകളെല്ലാം ഇത് തന്നെയാണ് തന്നെ. ഒരു പക്ഷേങ്കിൽ സർക്കാരിന് ഓണപരിപാടി നടത്താം എന്നായിരുന്നു അവരുടെ ധാരണ. എങ്കിൽ
ഉടനെ പ്രതിപക്ഷ നേതാവ് വരും, അപ്പടി പ്രതികരിക്കും. മറ്റ് ഇർക്കിൽ പാർട്ടികളെല്ലാം വരും. ഈ ഫണ്ടിന് ഇത്തിരി ആഘോഷം വെച്ചിട്ട് വല്ല ആവശ്യമുണ്ടോ, ഇത് വയനാട്ടിൽ കൊടുത്താൽ പോരായിരുന്നു ചോദിക്കുക. അപ്പം ഇതാണ് മാഷേ. വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എത്ര കുടുംബങ്ങൾ ഒന്ന് ആലോചിച്ച് ഇപ്പം ഈ നമുക്കിപ്പോൾ ഈ ഓണാഘോഷമില്ല എന്ന് പറയുമ്പോൾ എത്ര കുടുംബം. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ പാട്ടുകാർ, ഓർക്കസ്ട്രക്കാർ, മൈക്ക് സെറ്റുകാർ, ഇപ്പം അതെ അതെ, ഓട്ടംതുള്ളലുകാർ, എല്ലാവർക്കും ഒരു 10 ചെറിയ സീസണാണ് ഓണം എന്ന് പറഞ്ഞത്. പിന്നെയാണ് ഈ ഡിസംബർ മുതലുള്ള ഒരു 4 അത്രേ ഉള്ളൂ മാക്സിമം. പിന്നെ ഒരു ദിവസം 28 ഓണം മാത്രമേ. അത് വല്ലപ്പോഴും, അതാരും ഓർക്കാറില്ല. പക്ഷെ ആ ഒരു പിന്നെ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ നിന്ന് പോയതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷേ എങ്കിൽ പോലും പാവങ്ങളുടെ വീട്ടിലും ഒക്കെ ഓണം ഉണ്ടായിരിക്കും. പുതിയ വസ്ത്രങ്ങളും പുതിയ എന്താ പറഞ്ഞ പുത്തൻ ഉടുപ്പ് എല്ലാം പുത്തൻ. അതെ. ഇപ്പോഴും തന്നെ നമ്മുടെ എല്ലാ വീട്ടിലും ഇപ്പം തന്നെ ഓണത്തിൻ്റെ സെറ്റപ്പ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ഇപ്പം സർക്കാർ തന്നെ കൊടുക്കുന്ന ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. അതല്ല അതെ. പക്ഷേ എനിക്കിതാണ് ഏറ്റവും വലിയൊരു വിഷമം. പിന്നെ ഇനി നമ്മുടെ വിഷമത്തിലേക്ക് കിടക്കാം. കാരണം ഈ 10 വർഷം നമ്മുടെ നാട് വിട്ടിട്ട് എന്തിനാ അവിടെ പോയി എന്നുള്ളതാണ് നമുക്ക് പ്രേക്ഷകർക്ക്. കാരണം ഈ പന്തളം എന്ന് പറയുന്ന മഹാരാജാവായ സ്വാമിയുടെ നാട്ടിൽ നിന്ന് വലിയ പേരുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് പന്തളം ബാലൻ. ആ പേരിന് തന്നെ ഭയങ്കര സംഭവമാണ്. അയ്യപ്പൻ ജനിച്ച ഒരു നാട് പന്തളം കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അതേപോലെ തന്നെ ആ നാടിനൊരു പേരുണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നതാണ്, എന്തിനാണ് ഈ നാട് വിട്ട് അങ്ങോട്ട് പോകാനുള്ള കാരണം? ഈ ചോദ്യവും ഉത്തരവൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. കാരണം ജീവിത സാഹചര്യം, കലാകാരന്മാർ പൊതുവെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒന്നും ജനങ്ങളെ അറിയിക്കാറില്ല പലപ്പോഴും. അവരെപ്പോൾ നോക്കിയാലും ശരി വളരെ സിമ്പിളന്മാരായിട്ട് ഏറ്റവും നല്ല ഡ്രസ്സും ധരിച്ച് പക്ഷേ വീട്ടിൽ ഭയങ്കരമായ ബുദ്ധിമുട്ട്. കാരണം ഇത് കേരളത്തിൽ നടന്നിട്ടുള്ള ഇപ്പോഴും നടക്കുന്ന ഒരു വലിയ വാസ്തവമാണ്. കാരണം അവർക്ക് ഇങ്ങനെ പറയാനോ എടുക്കാനോ ഒന്നുമല്ല. എന്നെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമൊന്നുമല്ല, ഞാനതൊക്കെ പറയുകയും ചെയ്യും. കാരണം ഇപ്പം മലയാളത്തിലെ മഹാരഥന്മാരായ രവീന്ദ്ര മാഷ്, പിന്നെ ലോഹിതദാസ്, കൊച്ചിൻ ഹനീഫ, വേണുനാഗവളി, ഇങ്ങനെ മലയാള സിനിമയിലെ പ്രമുഖരാണ്. ഇവരൊക്കെ വലിയ ആൾക്കാരാണ്. അവരുടെ അവസാന ജീവിത കാലഘട്ടം ഭയങ്കര ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് കലാകാരന്മാർ പൊതുവെ പിന്നെ നശിച്ചു പോയതിൻ്റെ ഒരു കാരണം മദ്യമാണ്. മദ്യം ഒരു വിഷയമായിരുന്നു. സാമ്പത്തികം കിട്ടുന്നുണ്ട്, പക്ഷേ അതിനെ സേവ് ചെയ്യാൻ അവരാരും സാധിച്ചിട്ടില്ല. അവർക്ക് അപ്പോൾ കഴിയുന്ന കാര്യം ഒരു അസറ്റ് വേണ്ടേ. കാരണം പിന്നീടുള്ള എപ്പോഴും ഒരുപോലെ നിൽക്കില്ല. മലയാള സിനിമയ്ക്ക് മടുക്കാത്ത 2 പേരേ ഉള്ളൂ. രവീന്ദ്ര മാഷ് എപ്പോഴും പറയുന്നത് ഒന്ന് പിന്നെ യേശുദാസും ഒന്ന് ജഗദീഷ് ശ്രീകുമാറുമായിരുന്നു പറഞ്ഞത്. സംശയമില്ലാത്ത കാര്യമാണ്. അല്ല, മലയാള സിനിമയ്ക്ക് മടുക്കാത്ത. ഇപ്പം അദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റിന് ശേഷം അല്ലെങ്കിൽ ഒരു മനുഷ്യനും വളരാൻ പറ്റില്ല. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. അതെ. അപ്പം ഇതാണ് ഇതിൻ്റെ സത്യം. പക്ഷേ എങ്കിൽ പോലും എനിക്ക് അമേരിക്കയിൽ പോകാൻ ഒരു അവസരം കിട്ടി. അത് യഥാർത്ഥത്തിൽ എനിക്ക് അങ്ങോട്ടൊരു അവസരം തന്നത് പിന്നെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനും ഗാനമേളയുടെ കുലപതി എന്ന് പറയുന്ന ശ്രീ ഇടവാ ബഷീറാണ്. അദ്ദേഹമാണ് 93 എന്നെ ആദ്യമായിട്ട് ഗൾഫിൽ കൊണ്ടുപോയത്. 2003 10 വർഷം ശേഷം അമേരിക്കയിൽ പോയി. എൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. അത് തുറന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കോളേജ് ജീവിതത്തിൻ്റെ ആ സമയത്താണ് പോണത്. അല്ല കോളേജ് ജീവിതം പിന്നെ കഴിഞ്ഞ് 2003 ഞാൻ അമേരിക്കയ്ക്ക് പോയത്. 93 ഗൾഫിൽ പോയത്. 2003 ആയപ്പോഴത്തേക്കാണ് അമേരിക്കയിലേക്ക് പോയത്. അങ്ങനെ പോയത്. പിന്നെ അതിനുശേഷം പിന്നെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ലൊരു വീടില്ലായിരുന്നു, ഒരു വീട് വെക്കണം. പിന്നെ സഹോദരിമാരുടെ കല്യാണങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞു. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിരുന്നപ്പോഴത്തേക്കാണ് എനിക്ക് വണ്ടി മോഹം ഭയങ്കര കൂടുതലായിരുന്നു. പുതിയ വണ്ടി എടുക്കണമെന്നൊക്കെ. ഒന്നല്ല, ഒരേ സമയം. കാരണം ആ കാറ് ഞങ്ങളുടെ വീട്ടിൽ വേറൊരാൾ സീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. ഞാനത് വാങ്ങിച്ചു. ഈ കയറി ഒന്നും അറിഞ്ഞുകൂടല്ലേ. തിരിച്ച് അങ്ങനെ ആ വണ്ടി എനിക്ക് വേണമെന്നായി. ആ വണ്ടി അപ്പോൾ അതിൻ്റെ ഓർഡർ പറഞ്ഞത് നിങ്ങൾക്ക് വേറെ വണ്ടി ഞാൻ തരാമെന്ന് പറയാം. ഇല്ല, എനിക്ക് ഞാൻ പരിപാടിക്ക് പോകണമെന്നൊക്കെ ഉള്ള ആഗ്രഹത്തല്ലേ. കാറിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടല്ലോ. അതില്ല, പറക്കം തെളിയ പോലെ ആയിരുന്നു. അവസാനം ലക്ഷ്മിയൊക്കെ തെള്ളി അവസാനം ലക്ഷ്മി കറുത്ത അവിടെ ബാക്കിൽ പുകയടിച്ചിട്ട്. പിന്നീട് അറിഞ്ഞത് ഈ വണ്ടി KLT 3811 പറഞ്ഞ വണ്ടി തമ്പാനൂരുള്ള റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ ഡ്രൈവർമാരും ഡ്രൈവിംഗ് പഠിച്ച് ഈ വണ്ടിയിലായിരുന്നു.
അരിഷ്ടം. ആ അതെ അതെ അതെ. അപ്പം പിന്നെ അവിടെ നിന്ന് ഒരു തിരിച്ചറിവുണ്ടായി. പിന്നെ വേറൊരു വണ്ടി ബോഡി വാങ്ങിച്ച് ഏറ്റവും നല്ല അക്കാലത്തെ ബക്കറ്റ് സീറ്റൊക്കെ വെച്ച് ഒരു അംബാസഡർ പ്രോഗ്രാമിനെ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ കുറേ കാലം കൂടി. അല്ലാതെ ഞാൻ കാണാറുണ്ടായിരുന്നു. കാരണം ഒരു സമയത്ത് 2 വണ്ടി ഉണ്ടായിരുന്നു എനിക്ക് അംബാസഡർ. അപ്പോൾ അത് അരിസ്റ്റ ജംഗ്ഷനിൽ നമുക്കൊരു സ്വന്തമായിട്ടൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ. ട്രൂപ്പ് അതാണ് അരിസ്റ്റ ജംഗ്ഷനിൽ നമ്മുടെ വിനായക ടൂറിസമിന്റെ തൊട്ടടുത്ത് ഉള്ള അവിടെ വിനായക ടൂറിസം അവിടെ തന്നെ. അവിടെ ഞാനവിടെ പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ പഠിച്ച രാജി ഇവരെല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, ബാലൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ സമയം കിട്ടുമോ. അല്ല, അപ്പോൾ ഞാനിപ്പോഴും ആലോചിക്കുന്ന വേറൊരു സംഭവം എന്നറിയാം. എൻ്റെ ക്ഷേത്രത്തിൽ നമ്മൾ ഇന്ന് ഗാനമേള നാടകം സംഭവങ്ങളൊന്നുമല്ല, താല്പര്യമില്ല. പക്ഷെ അന്ന് അവിടെ നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു പന്തളം ബാലൻ്റെ ഗാനമേള നമ്മൾ ഒരു 2 ദിവസം മുമ്പ് അവിടെ നമ്മൾ വരുമ്പോഴത്തേനും ജനം ഒരു രക്ഷയില്ല. അപ്പം അനൗൺസ്മെൻ്റ് ഉണ്ട്. അത് അവരുടെ ഒരു തനതായ ശൈലിയിലൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം തന്നെ പന്തളം ബാലൻ്റെ ഗാനമേള ആരംഭിക്കുകയാണ്. ഓഹ്, ഇല്ല, ചായ കുടിച്ചില്ലേ കളയും, പായസം കുടിച്ചില്ലേ അത് കളയും എന്നാൽ ഫ്രണ്ടി വന്നിരിക്കുക. അപ്പം നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഒരു ഓർക്കസ്ട്രയുടെ ഒരു പക്കം ഉണ്ടല്ലോ, ഒരു ടൈറ്റിൽ മ്യൂസിക്, അത് കഴിഞ്ഞ് നിങ്ങൾ ആ വെള്ളയും ഇട്ടുകൊണ്ട് വരുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ഇങ്ങനെ കൈയടിച്ചിട്ടുണ്ട്. അല്ല, അതിന് ഒരു പുതിയ ഒരു എന്താ പറയുക, പുതിയൊരു മാനം. കാരണം ഇപ്പോഴല്ലേ ഇപ്പം ഞാൻ സാധാരണ ഒരു ഗാനമേളക്കാരൻ തന്നെയാണ് ഇപ്പോഴും. ഇപ്പോൾ ഉള്ളവരോട് ഗാനമേള എന്ന് പറയുന്നത് ഇന്നലെ ഷോ ഉണ്ടായിരുന്ന പറയത്തില്ല, അങ്ങനല്ല, ഗാനമേളയിൽ നിന്ന് ജീവിച്ച ആളാണ് ഞാൻ. എൻ്റെ മക്കളോട് പറയാറുണ്ട്, അച്ഛൻ പാടി അങ്ങനെയുള്ള ആ വരുമാനത്തിൽ നിന്നാണ് നിങ്ങളുടെ ശരീരമൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു കലാരൂപത്തെ എനിക്ക് ഒരിക്കലും നൽകാം. ചിലർ പറയുന്നത് വാട്ട് ഈസ് ദ ക്രിയേഷൻ എന്താണ്? ഇപ്പം പ്രമോദനമാണെങ്കിൽ യേശുദാസിൻ്റെ പാട്ടിനെ കേട്ട് പഠിച്ച് അത് പാടി അത് 90% കറക്റ്റാണെങ്കിൽ അത് വിജയിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ക്രിയേഷൻ ഒന്നുമില്ല. പക്ഷേ ക്രിയേഷൻ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതെന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതമാർഗ്ഗം നമുക്കത് ജീവിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ നേരെ മറിച്ച് ഒരു വാതാവി പാടിക്കഴിഞ്ഞാൽ, അവർ ഹംസധ്വനി രാഗം പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പഠിച്ചവനെ പാടാൻ പറ്റുള്ളൂ. ശുഭന്തോരാളി പാടുക, ഹിന്ദോളം പാടുക, കല്യാണ വസന്തം പാടാം, ആഭോഗി പാടാം, ശങ്കരാഭരണം പാടാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ പഠിച്ചെങ്കിൽ മാത്രമല്ല, ദാറ്റ് ഇസ് എ ക്രിയേഷൻ. ഇത് തിരിച്ചറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ മാഷി, ഞാൻ വേറൊരു കാര്യം, ഇപ്പോൾ പണ്ടത്തെ കണക്കുള്ള ഒരു സ്റ്റേജ് നമുക്കിന്ന് കിട്ടാറില്ല, ഒരിക്കലുമില്ല. അല്ലെങ്കിൽ പിന്നെ VIP ഒരു സ്റ്റേജുണ്ട്, നമ്മൾ ആ പ്രോഗ്രാം കണ്ട് അവരിയ്ക്കുന്നത് തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ചിരി ഇവിടാണേ, ചുണ്ടു അനങ്ങത്തില്ല, ചിരിയില്ല. വീട്ടിൽ പോയിരുന്നു പറയും, ഓ ബാലസാറിൻ്റെ പാട്ട് ഭയങ്കര എന്നാൽ അവിടെ പ്രതികരിക്കും, ഇങ്ങനെ കൈ ഇതില്ല. ഇന്ന് അതിനെക്കൊണ്ടുള്ള ചെറിയൊരു വിഷമമില്ലേ ഒരു പ്രോഗ്രാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഗാനമേള, ഞാൻ പക്ക ഗാനമേളക്കാരനാണ്. അതിൽ നിന്നാണ് എനിക്ക് പേരുണ്ടായത്. അതെൻ്റെ ഉപജീവന മാർഗമായിരുന്നു എന്നുള്ള തിരിച്ചറിവുള്ള ഒരാളാണ് ഞാൻ. അതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞോട്ടെ. അത് പ്രേക്ഷകർക്ക് അറിയാൻ പറ്റാത്ത വേറൊരു സംഭവം. ഈ ലോകത്തിൽ ഇത്രയും ഗാനമേള ട്രൂപ്പും ഇത്രയും ഫേമസ് ആയ പല ഗാനമേളക്കാരും ഉണ്ടായിട്ട് ഫേസ്ബുക്ക് എന്നല്ല പറയേണ്ടത്, അതിൽ കിട്ടാതെ പോയ ഏറ്റവും കൂടുതൽ. കാരണം എനിക്ക് തോന്നുന്നു ബാലമാഷ് എനിക്ക് തോന്നുന്നു 1.5 ലക്ഷം സ്റ്റേജിൽ ഗാനമേള അവതരിപ്പിച്ചൊരു വ്യക്തിയാണ്. തമാശയല്ല. രാവിലെ കോളേജിൽ വരുമ്പം ടീച്ചർ ചോദിക്കും, ഇന്നലെ ഉറങ്ങിയില്ലേ? ഒന്നും പറയാൻ പറ്റത്തില്ല, ഉറങ്ങാനില്ല. 4 സ്റ്റേജ് 5 സ്റ്റേജ് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പോകും. അതാണ് അദ്ദേഹം. പറഞ്ഞതിന് തെറ്റുണ്ടോ? അല്ല 1.5 ലക്ഷമല്ല, ഓൾമോസ്റ്റ് 10,000-ഓളം വേദികൾ പാടി. എൻ്റെ ഒരു പാഷനായിരുന്നു. കാരണം എനിക്കതുകൊണ്ട് ഒരുപാട് കോളേജിലെ ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ടെന്നുള്ളത്. കാരണം എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് എൻ്റെ അച്ഛൻ 18 വയസ്സിൽ മരണപ്പെട്ടതിന് ശേഷം കുടുംബം ഒറ്റപ്പെട്ടു പോയി. അപ്പം എൻ്റെ ഉത്തരവാദിത്വമായിരുന്നു എനിക്ക് പാടിയെങ്കിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഒരു ബഹളത്തിനും നിന്നിട്ടില്ല. ഞങ്ങളെ ഒരു കാലഘട്ടത്തിൽ മ്യൂസിക് കോളേജിൽ ഉണ്ടായിരുന്നു, എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചിരുന്നു. അന്ന് രഞ്ജിത്ത് വളരെ തിരക്കുള്ളൊരു ആർട്ടിസ്റ്റായിരുന്നു. ഞാൻ അതുകൂടെ പറയട്ടെ ഈ കൂട്ടത്തിൽ കൂടെ. കാരണം പിന്നെ ഊരാക്കുടുക്ക് വന്ന കാലഘട്ടമൊക്കെ, പിന്നെ എൻ്റെ വൈഫിൻ്റെ
അതായത് വൈഫ് പിന്നീടായത് കാലഘട്ടത്തിൽ ഇവരൊക്കെ ഒരുമിച്ച് പഠിച്ചിരുന്നവരാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വെച്ച് കഴിഞ്ഞാൽ ആ സൗഹൃദങ്ങളും സ്നേഹവും ഒക്കെ ഇപ്പോഴും ഉണ്ട്. തന്നെയല്ല, എത്ര ഉയരത്തിലെത്തിയെന്ന് പറഞ്ഞാലും മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിക്കണം. അതെൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന പഠിപ്പിച്ച കാര്യമാണ്. തന്നല്ല, ജീവിതത്തിൽ നമ്മൾ നന്മകൾ ചെയ്തു പോകണം. എനിക്ക് മാത്രമേ പാടാവൂ എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അത് ഒരിക്കലും നിങ്ങൾ ചെയ്തില്ല. ഞാൻ ഒരുപാട് കലാകാരന്മാരെ മലയാളക്കരയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, മിമിക്രിക്കാരായിക്കോട്ടെ, പിന്നെ പാട്ടുകാരായിക്കോട്ടെ, ക്യാമറാമാരായിട്ട് എല്ലാ മേഖലയിലുള്ള ആൾക്കാരെയും എനിക്ക് ഈ സമൂഹത്തിലേക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചു. അത് ഞാൻ ഇപ്പോഴും ചെയ്യുന്നു. ഞാൻ ഒരു സിനിമാ പാട്ട് അല്ലെങ്കിൽ ഫിലിമിൽ മ്യൂസിക് ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ പുതിയൊരാൾക്ക് മാത്രമേ കൊണ്ട് പാടിക്കുകയുള്ളൂ. ഞാൻ പുതിയൊരാൾക്ക് മാത്രമേ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ കൊടുക്കുള്ളൂ. അപ്പോൾ അതിലൊരു നന്മയുണ്ടല്ലോ. ഇപ്പോൾ പാടിയവരെ വളർത്തിയവരെ വീണ്ടും വളർത്തിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പം ചിലർ മ്യൂസിക് കോളേജിൽ പഠിച്ചിരുന്ന ചിലരുണ്ട്. അവരുടെ പാട്ടുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഒരുപാട് പാട്ടുകൾ, പക്ഷേ ആർക്കും അറിഞ്ഞൂടാ പാട്ടൊന്നും. ഒന്നും പറഞ്ഞില്ല. അവാർഡും വാങ്ങിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന പാട്ടുകളിൽ ഇവരൊന്നുകിൽ ഹരിഹരനെ കൊണ്ട് പാടിക്കും, ശങ്കർ മഹാദേവനെ കൊണ്ട് പാടിക്കും, യേശുദാസിനെ കൊണ്ട് പാടിക്കും, ചിത്രയെ കൊണ്ട് പാടിക്കും, ഏറ്റവും ഫേമസ് ആയതിനെ കൊണ്ട് പാടിക്കും. നീ ഒരു പുതിയ ആളെ കൊണ്ടുപോവാ, അതല്ലേ നന്മ. അതാണ് കറക്റ്റ്. എൻ്റെ ഒരു പൊസിഷൻ കറക്റ്റ്. അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട് അതാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കും. ഞാൻ ഇനിയിപ്പോൾ നമുക്ക് ഒരു ചെറിയ സംഭവം, ഞാൻ നിങ്ങളെ പരിചയപ്പെട്ട് അല്ല നമ്മുടെ കോളേജിൽ ഒരുമിച്ച് നമ്മൾ പഠിച്ചതുകൊണ്ടും ഞാൻ പറഞ്ഞാണ്. ആ പ്രമദവനം അത് എല്ലാവർക്കും അറിയാം. കാരണം ആ പടം അതിൻ്റെ കാസറ്റ് റിലീസായി ഇറങ്ങിയ സമയത്ത് അന്ന് സ്റ്റേജിൽ പാടിയ വ്യക്തിയാണ് ഇദ്ദേഹം. ആ പാട്ടിൻ്റെ 2 വരി പാടാം. തീർച്ചയായിട്ടും ഞാൻ പാടാം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അന്നത്തെ ട്രെൻഡ് അങ്ങനെയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഇന്നിപ്പോൾ ഒരു പാട്ട് കേൾക്കണമെങ്കിൽ നമ്മുടെ മൊബൈലിൽ കേൾക്കണം. അന്നത്തെ കാസറ്റ് കടയിൽ പോയി കേട്ടുള്ള പരിചയം വെച്ച് പാടുന്ന കാലഘട്ടമാണ്. അപ്പോൾ തന്നെ എല്ലാം റിലീസാകുന്ന പടത്തിൻ്റെ പാട്ട് അന്ന് തന്നെ പാടുക എന്നുള്ള ട്രെൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പാട്ട് പാടിയതാണ് ഈ പ്രമദവനം. അതിനകത്ത് എല്ലാ പാട്ടുകളും, അമരത്തിലെ പാട്ട്, ഭരതത്തിലെ പാട്ട്, ഹരിമുരളി, 6-ാം തമ്പുരാൻ, അതൊക്കെ ആദ്യമേ വേദികളിൽ കളിവീട് ഉറങ്ങിയല്ലോ എന്ന് പറഞ്ഞാൽ ആ പാട്ട് ഞാൻ ഗൾഫിൽ പോയിട്ട് ആദ്യമായിട്ട് പാടിയത് ഞാനാണ്, കേരളത്തിലാദ്യമായിട്ട്. അപ്പോൾ പിന്നീട് ഞാനത് കേട്ടപ്പെടുന്നത് എത്രമാത്രം സ്ലോയിലായിരുന്നു. അത്രയും സ്ലോ അല്ല, കുറച്ചുകൂടെ സ്പീഡ് ഉണ്ടായിരുന്നു. അല്ല, എന്തായാലും നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് അതെ ഈ പെട്ടെന്ന് പറയുമ്പോൾ കുറേ സംഭവങ്ങൾ നമ്മുടെ മ്യൂസിക്കും സെറ്റപ്പ് ഇതെല്ലാം കൂടെ ഇതൊക്കെ വരുമ്പോൾ എൻ്റെ പിന്നെ നമ്മൾ എത്ര 55 കുറച്ചും കൂടെ കൂടാ എനിക്ക്. അല്ല ഇല്ല 35. അല്ല ഇത് ഒരു സംഗീത കുടുംബമാണ്. കാര്യം ഇപ്പം മനസ്സിലായല്ലേ, നിഷ്കളങ്കനാണ്. കാര്യം കണ്ടു കഴിയുമ്പോൾ രവീന്ദ്ര മാഷിനെ പോലെ ഇരിക്കും. രവീന്ദ്ര മാഷ് ഒന്നുമല്ല, നിഷ്കളങ്കമായ മനുഷ്യനാണ്.
ബാലൻ മാഷിന് ഇതൊക്കെ കണ്ടില്ലേ, നമ്മൾ വില്ലൻ ലുക്ക് ഒന്നുമില്ല, പാടാൻ പറഞ്ഞ അപ്പോഴും പാടി. മറ്റേ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ, കാരണം ഞങ്ങൾ വന്ന കാലഘട്ടത്തിലുള്ള ഞാൻ മ്യൂസിക് കോളേജിൽ ചെറുതായിട്ട് പഠിച്ചൊരു വ്യക്തിയാണ്. ചെറുതെന്ന് വെച്ചാൽ മ്യൂസിക് കോളേജിൽ ചെറിയ കോഴ്സൊന്നുമില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഒരേ ബെഞ്ചാണ്. അരെ ഇവർ വോക്കൽ അങ്ങോട്ട്, ഞാൻ വയലിൻ ഇങ്ങോട്ട് മാറി, ഇപ്പോൾ ഞാൻ വയലിലായി. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് വൈഫിനെ ഒന്ന് പരിചയപ്പെടാം. വല്ല അതിന് കൂട്ടത്തിൽ വേറെ കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ വീട് ഇവിടെ വന്നു, പേരൂക്കട ആണ്, വഴയിലാണ്. മക്കള് 2 പേര്. ഒന്ന് അഖിൽ ബാലൻ കല്യാണം കഴിഞ്ഞു, 28 വയസ്സായി. 8 വയസ്സ്. എൻ്റെ അച്ഛൻ ചോദിച്ചോണ്ടായി പോയല്ലോ. നിന്റെ പേരെന്തോടാ? എൻ്റെ അച്ഛൻ ചോദിച്ചത്, എടേ നിന്റെ പേരെന്തോന്ന്? രഞ്ജിത്ത്. എൻ്റെ അല്ല, കൺഫ്യൂഷൻ 27 28 25 വയസ്സിലൊക്കെയാണ്. പിന്നെ ഞാൻ കല്യാണം കഴിച്ച 25 വയസ്സിലാണ്, എൻ്റെ മകനും കല്യാണം കഴിച്ച 25 വയസ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് 2 കുട്ടികൾ, 2 ആമ്പിള്ളേരാണ്. അപ്പോൾ അവർക്ക് പിന്നെ ഇപ്പോൾ 2 പേരും ജോലിയാണ്. ടെക്നോ പാർക്കിലാണ്, അലയൻസിലാണ് ജോലി. അവര് ഗായകനാണോ, കലാകാരന്മാരാണ്? പാട്ട് പാടും. പിന്നെ മൂത്തമോൻ കീബോർഡ് വായിക്കും, അതുപോലെ നല്ല ഡാൻസറാണ്, പിന്നെ നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണ്. എല്ലാം സകല കലാപരമല്ല. പിന്നെ ഞാൻ പറഞ്ഞു ജോലി വേണം, വരുമാനം വേണം, മസ്റ്റ്. കാരണം നമ്മൾ വന്ന പാരമ്പര്യം ആവരുത്, നമ്മളെ വന്ന പാതയാവരുത്. മക്കളോട് പറയുന്ന ഒരു കാര്യം അതൊക്കെ. കാരണം പണമില്ലെങ്കിൽ പട്ടിക്ക് തുല്യമാണ്. അല്ല, അതിനപ്പുറത്തോട്ട് വാക്കില്ല, വേറെ വാക്കില്ല. പണമില്ലെങ്കിൽ സമൂഹത്തിൽ പട്ടിക്ക് തുല്യം എന്ന് പറഞ്ഞാൽ പട്ടി ജീവിക്കും. പട്ടി അങ്ങനെ ജീവിക്കും. അങ്ങനെ എങ്ങനെ പോലും അവർ ജീവിക്കും. അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കി. മാഷ് പറഞ്ഞത് കറക്റ്റാണ്. കാരണം പണമില്ലെങ്കിൽ പിണമാണ്. കാരണം നമ്മൾ വെറും അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ വൈഫിനെ ഒന്ന് പരിചയപ്പെടണമെന്ന് താല്പര്യമുണ്ട്. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക്, അദ്ദേഹവും നല്ലൊരു ഗായികയാണ്. അപ്പോൾ 2 വരി ബാലമാഷിൻ്റെ ഭാര്യയുടെ ഒരു 2 വരി നമുക്ക് പ്രേക്ഷകർക്കൊന്ന് കേൾക്കണ്ടേ? എന്തായാലും നമുക്ക് ബാലൻ സാറിൻ്റെ ഒരു പാട്ട് മാത്രം പോരല്ലോ, ആ പാരമ്പര്യം നമ്മൾ നോക്കണ്ടേ. കുട്ടികൾ ഇപ്പം വർക്കിലൊക്കെ ആയിരിക്കും, നമുക്ക് പാട്ട് കേൾക്കാം. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. അപ്പോൾ നമ്മൾ വളരെ മനോഹരമായ ഗാനങ്ങളിലേക്ക് കടന്ന് ഗാനങ്ങൾ ആസ്വദിച്ചു അല്ലേ? ഭയങ്കര സുഖമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ തോന്നുന്നില്ലേ, ഒരു പ്രോഗ്രാം അവിടെ വെക്കാം, ഒന്നല്ല ഒരു 10 പ്രോഗ്രാം നമ്മുടെ ഏരിയയിലൊക്കെ വെക്കാം. പക്ഷേ ഇപ്പോൾ ഒരാളും കൂടെ നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്നി ലക്ഷ്മി മ്യൂസിക് കോളേജ് സന്തതിയാണ്. നന്നായിട്ട് പാടും. പക്ഷേ ഒരു സ്കൂളിൻ്റെ ഇപ്പോൾ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നെടുമങ്ങാട് ഒരു സ്കൂൾ. ഇനി ഞാൻ അദ്ദേഹത്തിനടുത്ത് ടീച്ചറാണോ പ്രിൻസിപ്പലാണോ എന്നുള്ള അവർ പറയട്ടെ അല്ലേ? എന്താ ലക്ഷ്മി എന്നാണ് പേര്. മ്യൂസിക് കോളേജ് സന്തതിയാണ്. നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ ഭാഗത്തൂടൊക്കെ മ്യൂസിക് കോളേജിന്റെ ഭാഗത്തൂടൊക്കെ പോയതാണ്. ഇങ്ങനെ കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടോ. ഇനി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ട്രാക്ക് മാറ്റിയിട്ട് 80 എപ്പിസോഡ് എടുക്കേണ്ടി വരും. സബ് എന്തുവായിരുന്നു? വീണ.
വീണ നോക്കുന്നില്ല. മ്യൂസിക് ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ട്രൂപ്പല്ല, സോറി, സ്കൂൾ ഇട്ടിട്ടുണ്ട് നെടുമങ്ങാട്. അതിന്റെ പേരെന്താണ്? പന്തളംപാലൻ മ്യൂസിക് അക്കാദമി. പന്തളംപാലൻ മ്യൂസിക് അക്കാദമി. മക്കളാണ്. ഞാനിങ്ങനെ എന്ത് പേരിടണം എന്ന് പറഞ്ഞപ്പോൾ മക്കളാണ് പറഞ്ഞ, അമ്മ വേറൊന്നും വേണ്ട, അച്ഛൻ്റെ പേരിട്ടാൽ മതി. അവനങ്ങനെ പന്തളംപാലൻ മ്യൂസിക് അക്കാദമി. എത്ര വർഷമായി? 6 വർഷം. അതിൽ 5 പൈസ പോലും എനിക്ക് തരാറില്ല എൻ്റെ പേര് ഉപയോഗിച്ചിട്ട്. ഈശ്വര, നോക്കൂല് പോലും ഇല്ല. അതെ, കേസ് കൊടുക്കേണ്ട. ഇത് ഞങ്ങളെ ഈ ചാനലുകാർ മൊത്തം കേസാവേണ്ടി വരുമല്ലോ. കാര്യം ഇതൊരു പറഞ്ഞിട്ടില്ല, ഇനി അടുത്ത കമ്മീഷൻ വരും. പൈസ കമ്മീഷന് ഭർത്താവിന് കൊടുത്തിട്ടില്ല. ഭർത്താവിന്റെ ഭാര്യ കിട്ടുന്നുണ്ടല്ലോ പൈസ. അവർ കിട്ടുന്നുണ്ട്. എത്ര സ്റ്റുഡൻസ് ഉണ്ട്? എന്തൊക്കെയുണ്ട് നമ്മള് ശമ്പളത്തിന്റെ അല്ല ഞാൻ ചോദിച്ചത്, എത്ര വയലിൻ, പാട്ട്, മൃദംഗം, തബല? 12 സ്റ്റാഫ്. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ് എല്ലാം ഉണ്ട്. എല്ലാ സംഭവമുണ്ട്. അത് ശരി. അപ്പൊ കുഴപ്പമില്ല. അത് നമ്മുടെ നെടുമങ്ങാട് എവിടെയാണ് പ്രോപ്പർ? നെടുമങ്ങാട് മുത്തുമാരി അമ്മൻ ക്ഷേത്രമുണ്ട്. ക്ഷേത്രം റോഡ് കോവിലിന്റെ തൊട്ടടുത്ത് ചേർന്നിരിക്കുന്ന കോയിക്കൽ. ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എനിക്കറിയാം. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് അത് നമ്മളൊരു പേരുള്ള ഒരു പിന്നെ അധ്യാപകന്റെ വൈഫ് നടത്തുന്ന, അല്ലെ പന്തളം ബാലൻ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ ഒരു ഭാഗ്യമാണ്. കാര്യം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ആരാണ് അതിൻ്റെ സാറ്? ഞാൻ. ഒരു മനുഷ്യരില്ല. അപ്പോൾ എന്തായാലും നെടുമങ്ങാട് പോയി പഠിക്കുക. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ മെച്ചം എന്നെനിക്ക് തോന്നുന്നു. ഞാനും സംഗീത കോളേജിൽ ഗാനപ്രവീണൊക്കെ പാസ്സായി വെളിയിറങ്ങിയതാണ്. 5 പൈസയ്ക്ക് ജോലിയില്ല. അപ്പം എന്തായാലും എൻ്റെ ഈ രീതി ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു 2 വരി കേൾക്കാം. ടീച്ചറല്ലേ, എന്നാലും കുഴപ്പമില്ല. 2 വരി. ക്ലാസ് ഞാൻ പാട്ടൊന്നും എടുക്കാറില്ല. ഇപ്പൊ പാട്ട് ഞാൻ കുറച്ചു കാലം പ്രവാസിയായിരുന്നുകൊണ്ട് നമുക്ക് പാടാനും മക്കളെ വളർത്താനും ഈ വീട് വെച്ചതൊക്കെ ഇവള് വെച്ച വീടാണ്. കാരണം പൈസ ഞാൻ കൊടുത്തെന്നുള്ളതേ ഉള്ളൂ. അവള് വെച്ച് വീട് മക്കളെ നന്നായിട്ട് വളർത്തി. നമ്മളൊക്കെ പിരിവേ ഇനി ഇവിടെ ഭയങ്കര ഗുസ്തി വാൾപ്പേറ്റ് സംഭവം. എന്താ പന്തളം പാല 8 മുഴുവായിട്ട് ഹോസ്പിറ്റലുണ്ട്. കാര്യം പെണ്ണുപിള്ള വെട്ടിയിട്ട് വരുമല്ലേ, ഇത് വരുമല്ലേ, ഇതെല്ലാം വരും. എന്തായാലും ഇങ്ങനൊരു ഓണം ഇതല്ലേ നല്ല മസിൽ പിടിച്ചില്ല. നമ്മള് ഇവിടെ ഫുൾ ടൈം ചിരിയാണ്, വേറെ ഒന്നും അല്ല. ഇപ്പൊ പറഞ്ഞില്ലേ, ഇതേ പറഞ്ഞ എന്റെ മരുമോള് ഒരു രക്ഷയില്ലെന്ന്. ഇവർ 2 പേരും അടുക്കള ഗുസ്തി. ആഹാരം വല്ലതും കിട്ടാറുണ്ടോ? ഇതിപ്പം കുറവാ. ഇങ്ങനെയൊക്കെ പോവാ അവിയൽ എടുത്തിട്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഫുൾ ടൈം നന്നായിട്ട് പാട്ട് പഠിച്ചു. നല്ല നല്ല ആസ്വാദകയാണ്, നല്ല വിമർശകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇപ്പം ഫുൾ ടൈം ഈ അവിടെ സ്കൂൾ നടത്തുകയല്ലേ, സ്കൂൾ നടത്തി ഇങ്ങനെ ഡാൻസും ഒക്കെ കണ്ട് ഇപ്പോൾ ഒരു ഫുൾ ടൈം ഡാൻസറായിട്ട് വന്നിരിക്കുകയാണ്. അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞു, ഗുരുവായൂർ അരങ്ങേറ്റം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ അടുത്ത മാസം 10-ാം തീയതി 16 പേര് അരങ്ങേറ്റം കുറിക്കുകയാണ് കരിക്കയം ക്ഷേത്രത്തിൽ. അപ്പം സ്കൂൾ നന്നായിട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഈ പ്രാക്ടീസ് ഇല്ലാതെ ഒന്നും ഒരു കാരണവശാലും, കാരണം അങ്ങനെ നമുക്ക് വിട്ടുവീഴ്ചയില്ലല്ലോ. നിങ്ങളുടെ ക്ലാസ്, എൻ്റെ ക്ലാസ്, എല്ലാ എനിക്കിന്ന് വയലിൽ അങ്ങനെ ഇതാണ് അറിയത്തില്ല. ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ് സത്യം. അന്ന് ഈ ഫസ്റ്റ് ക്ലാസ് ഞാൻ പാസ്സാവണമെന്നുണ്ടെങ്കിലേ ഈ സാധനം ഒന്ന് പോകണ്ടേ. ഇതിപ്പോ ശുദ്ധമായ നല്ല ഉഗ്രം കൈയല്ലായിരുന്നു. ഈ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകരും വളരെ ശ്രദ്ധിച്ചേ പഠിപ്പിക്കുകയുള്ളൂ. എന്താണെന്നറിയാം, അവിടെ ഇരിക്കുന്ന ഞാനോ ഇവളാണെങ്കിൽ ഒരു നോട്ട്സ് പോലും തെറ്റിച്ച് പറഞ്ഞു കൊടുക്കാനോ ഉഴപ്പാനോ പറ്റില്ല. അപ്പോൾ അവിടെ അങ്ങനെ വരുന്ന ക്വാളിറ്റി വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടും. അത് പേരൻസ് മനസ്സിലാക്കണം. അത് ഇപ്പം ബാലൻ പറഞ്ഞത് വേറൊരു സംഭവം പറഞ്ഞത്. ഞാൻ സെക്രട്ടറിയിലൊരു 2 സാറന്മാരുണ്ടായിരുന്നു. വൈകുന്നേരം അവരുടെ ജോലി കഴിഞ്ഞല്ലേ വരത്തുള്ളൂ. ഈ രാവിലെ കൃത്യമായിട്ട് വായിക്കും. പക്ഷേ ഈ പാട്ട് പറഞ്ഞ് ആ പാട്ട് പഠിച്ചതിന് ശേഷമല്ല നമുക്ക് ഈ ആ സെൻസ് വെച്ചല്ലേ പറയാൻ പറ്റും. ഈ കാളവണ്ടിയിലെ കാളം എടുത്തു പോകുന്ന കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ അതുപോലെ തന്നെയാണ് ഈ വിരലൊക്കെ കണ്ട് പിടിച്ചു വെക്കണം. ഇങ്ങനെ ഓരോ ഇങ്ങനെ കൊണ്ടുപോവാ ഇവിടെ ഇത് രീ സ പ അങ്ങനെ ഞാൻ നിർത്തി.
ഞാൻ അവസാനം കുത്തി ഈ നമ്മുടെ ബോയില്ലേ ബോ വെച്ചിട്ട് എൻ്റെ പള്ളക്ക് കുത്തി. അത് താല്പര്യമില്ല, പക്ഷെ ഇവർക്ക് പെട്ടെന്ന് വയലിനിസ്റ്റ് ആവണം. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം ഒന്നാമത് പേരൻസിനും അറിഞ്ഞുകൂടാ എത്ര നാൾ കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ പഠിച്ചിരുന്ന നമ്മുടെ കാലഘട്ടമല്ലല്ലേ, ഇപ്പോൾ ഒരു പാട്ട് പാടിയിട്ട് വൈറലായിട്ട് അവസാനം വൈറലായി. പിന്നെ വൈറലാവും. ഈ കാര്യം മനസ്സിലായിട്ടില്ല. ആര് കൊള്ളാം. ഇതേ ഇപ്പം നമ്മൾ ഒന്നാമത് പാരമ്പര്യമായിട്ട് ഒന്നീ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, ഇതൊന്നും ഈ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ മാമന്മാർ, അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സംഭവമാണ് നമ്മുടെ രക്തത്തിൽ കിടക്കുകയാണ്. ഇദ്ദേഹത്തിന് തന്നെ സംഭവം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ തന്നെ അത് തന്നെ, ഞാനാണെങ്കിലും അങ്ങനെ. ഇതിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൃത്യമായ വിദ്യാഭ്യാസം കൊടുക്കുകയും ക്ഷമയില്ല. ഒന്നാമത്തെ കാര്യം വെച്ചാൽ പെട്ടെന്ന് ഫേമസ് ആകണം. കളക്ടർ എത്ര ക്ലാസ്സിൽ? 5ൽ. ഇനി വേറെ കാര്യമുണ്ട്. 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ടൈം ടേബിൾ കിട്ടി കഴിഞ്ഞാൽ അമ്മമാർ പിന്നെ ഒരാഴ്ച ഒരു മാസം സ്കൂളിൽ വിടത്തില്ല. പഠിക്കുന്നത് 1ലും 3ലും ഒക്കെ ഉള്ളവരൊക്കെ. ഇവിടെ +2 പഠിക്കുന്ന കുട്ടികൾ നന്നായിട്ട് പാടുന്നവർ നന്നായിട്ട് പാടുകയും ചെയ്യും, പിന്നെ മാർക്കും നന്നായിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ സമയം കൃത്യമായിട്ട് വരുന്ന കുട്ടികളുണ്ട് കേട്ടോ ക്ലാസ്. നമ്മളെത്ര സത്യം പറഞ്ഞാൽ നമ്മൾ ഈ അന്ന് നമ്മൾ ഈ പ്രോഗ്രാമിന് പോകുന്ന പറഞ്ഞാൽ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ്, നമ്മൾ എന്തുവാ നമ്മുടെ ലോഡ്ജിൽ വാടക കൊടുക്കാനും സെറ്റപ്പൊക്കെയുള്ള പ്രയത്നങ്ങൾ, നമ്മൾ അത്ര അധ്വാനം കൊണ്ടാണ് നമ്മൾ ഈ നിലയെങ്കിലും എത്തിയതല്ലേ. കഷ്ടപ്പെടാതെ ഒരാളും ഫേമസ് ആയിട്ട് ഇപ്പം ആകുമായിരിക്കും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് യഥാർത്ഥത്തിൽ കലാകാരൻ ജീവിക്കുവാനോ അല്ലെങ്കിൽ കലാകാരന്മാരെ റെസ്പെക്ട് ചെയ്യാൻ പോലും പലപ്പോഴും പല പിള്ളേർക്കും അറിഞ്ഞുകൂടാ. അറിയത്തില്ല. അതൊരു വലിയ കുഴപ്പം തന്നെയാണ്. അല്ല, നമ്മളിതൊക്കെ പറയുമ്പോഴും നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് കുട്ടികളെ കൊണ്ടുവരികയും നന്നായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്ന പാരൻസും ഉണ്ട് ഇപ്പം. അത് ഇവരെ കൊണ്ട് അത് തരും. പക്ഷെ നമ്മൾ അത് പ്രൊമോട്ട് ചെയ്യില്ല കേട്ടോ. കാരണം വെച്ചാൽ അയ്യോ ടീച്ചർ അടുത്ത മാസം ഒരു ഇതുണ്ട് അന്ന് അങ്ങനെ പരിപാടിയേ ഇല്ല. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പഠിച്ചു പോവാ. അല്ല നമ്മളെ ഒരു ചാനൽ മത്സരത്തിന് ആ പരിപാടി നിർത്തി വെക്കണം. കാരണം നമ്മൾ തന്നെ ഇല്ലാതായി. അത് ഇവിടെ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഒരു ക്വാളിറ്റിയുടെ നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ ഇല്ലാതെ നൃത്തം, പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അരങ്ങേറ്റവും വലിയ ലക്ഷങ്ങളാണല്ലോ മുടക്കുന്നത്. അങ്ങനെ ലക്ഷങ്ങൾ ഇല്ലാത്ത പല പ്രതിഭകളും പഠിത്തം നിർത്തിപ്പോയിട്ടുണ്ട്. കഴിവുണ്ടായിട്ട് സാമ്പത്തികമില്ലാതെ പല കുട്ടികളുടെയും ഡാൻസ് പകുതിയിൽ നിർത്തിപ്പോയിട്ടുണ്ട്. അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാരണവശാലും ഇവിടെ വലിയ എന്താ പറയുക അരങ്ങേറ്റത്തിന് വലിയ തുക ഈടാക്കാതെ എല്ലാവർക്കും ഒരേപോലെ എപ്പോഴും കളിക്കണം. അവരുടെ ഭാവി മുന്നോട്ട് പോകാൻ വേണ്ടി. അല്ല, ഈ നല്ല കഴിവുള്ള കുട്ടികളുണ്ട്, പക്ഷെ അവർക്ക് സാമ്പത്തികം കഴിവില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ സർക്കാർ വകയായാലും നമ്മുടെ പഞ്ചായത്ത് വകയായാലും നമ്മൾ അതിന് വേണ്ടി ഒരു സംഭവം, ഇത് വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടും കേൾക്കപ്പെടാതെയും പോകുന്ന ഒരു സംഭവമാണ്. അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പഠിക്കണം, അതിനുള്ള താല്പര്യമുണ്ട്. പക്ഷേ നമുക്കൊന്ന് ഒരു ചെറിയ ഒരു കൈയളവ് ചെയ്ത് ഒരു ഇളവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കൂള് അവരുടെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞതല്ലേ, ഒരു ഡ്രസ്സ് മേടിക്കാൻ അവിടെ മനസ്സിൽ ഭയങ്കര ഒരു സംഭവമല്ലേ. എനിക്ക് ആ ഭരതനാട്യം അല്ലെ മോഹിനിയാട്ടം അല്ലെ കുച്ചിപ്പുടി ഇതൊക്കെ പഠിക്കാനുള്ള ത്വര ഉണ്ട്. പൈസയില്ല. അച്ഛൻ കൂലിപ്പണിയായിരിക്കും, അമ്മ മറ്റേ പാത്രം കഴുകാൻ പോയിട്ട് തുണി അനക്കാൻ പോകുന്നത്. അപ്പം നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പഞ്ചായത്തല്ലേ, പഞ്ചായത്ത് പേരല്ലേ, ആരോ എന്തോ ഇതിന് ചെയ്യുന്ന ഒരു സംഭവം ചെയ്യണം. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ കൊക്കോടീശ്വരൻ, എൻ്റെ മോളെ പാട്ടെന്ന് പറഞ്ഞ മറ്റേ ആ പാട്ടെന്ന് പറഞ്ഞ മറ്റേ ആരെയും ഭാവഗായകനാക്കും ഗുരുവായൂരപ്പ ഒരുമിച്ച്. പണം ഉണ്ടാകും, പക്ഷെ ഒരു കലാകാരനാണെങ്കിൽ അവൻ ആദ്യമേ 100 മീറ്റർ ഓട്ടം ഇത്ര വിശപ്പെന്ന് അറിഞ്ഞിരിക്കണം, ഇത്ര അപ്പം കലാകാരനാവും. അല്ല, ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 100 മീറ്റർ പിന്നെ ഓടാൻ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് 100 മീറ്റർ ഓടി ജയിക്കാൻ പറ്റും. പാട്ടിൽ ഒരു രക്ഷയില്ല. പാട്ടും കോമഡി ഇപ്പം എല്ലാവരും അതില്ലേ, സീരിയസ് കോമഡി ഉണ്ട് ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? സീരിയസ് കോമഡി തിലകൻ സാറ് പറയുന്നത് സീരിയസ് ആയിട്ട് പറയുന്നത്, ദാ പിന്നെയും ചായ, നിന്റെ അടുത്ത് ചോദിച്ചോടാ രാമേന്ദ്ര ചായ. സീരിയസ് കോമഡി സീരിയസ് ആണ് പുള്ളി പറയുന്നത്. ശ്രീനിവാസ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റേതിനകത്ത്, ജയൻ സാറിൻ്റെ അടുത്ത് പറയുന്നത്, സാറേ എൻ്റെ അച്ഛൻ ചത്തിട്ടില്ല, ചത്തോളൂ. മനസ്സിലല്ലേ? അത് സീരിയസ് ആയിട്ട് പറഞ്ഞത്. അല്ല, അങ്ങനെ
പല വെർഷനുണ്ടോ ഓരോ സമയം. ഇനി പറഞ്ഞ് നമ്മൾ എന്തായാലും ഭഗവതിയെ അല്ലെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, ദേവി, ദേവിയെ, സ്വാമിയെ. മതി മതി മതി, ഇത്രയും മതി. അപ്പൊ എന്തായാലും ഈ കുടുംബത്തെ പരിചയപ്പെടാം. കാരണം 2 കുട്ടികളും പുറത്താണ്, രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് അങ്ങോട്ടൊക്കെ പോയിട്ട് ഇവര് മാത്രമാണ് ഇവിടെ. ഇദ്ദേഹത്തിന് ഇന്ന് അത്യാവശ്യമാണ്, ഓണം പ്രോഗ്രാം ആയതുകൊണ്ട് ഇതിന് പോകണം. അപ്പം ഈ കുടുംബിനിയോടും കുടുംബനാഥനോടും നമ്മൾ യാത്ര ചോദിക്കുകയാണ്. നമുക്ക് ഇനി ഒരു അവസരത്തിൽ നമുക്ക് വീണ്ടും കാണാം നല്ല സംഭവമായി. നന്ദി.